സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. അച്ഛനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ തൊണ്ടയ്ക്ക് കനം കൂടാതെ കണ്ണ് നിറയാതെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനായതുകൊണ്ടാണ് ഈ വേട്ടയാടലുകളൊക്കെ. ഞാനില്ലാതായാൽ ഈ വേട്ടയാടലുകളൊക്കെ നിൽക്കും. ഇപ്പോൾ എൻ്റെ സമയത്ത് ഒരു പിന്തുണ നൽകിയില്ല, അത് സത്യം തന്നെ, പിന്തുണ നൽകിയില്ല. എൻ്റെ കേസിനെ സംബന്ധിച്ചിട്ട് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസേ എല്ലാവരും ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ഭയപ്പാടോട് കൂടിയിട്ട് ആലോചിക്കാൻ പറ്റുന്നു. ആ ഒരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. ഞാൻ കാരണം ആണല്ലോ അച്ഛൻ ഇങ്ങനെ രീതിയിലേക്ക് ആവുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ആകുന്നതൊക്കെ വലിയ സങ്കടമുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, പൊതുപ്രവർത്തകൻ, CPM അംഗം, അതിലെല്ലാം ഉപരി കേരളത്തിൻ്റെ ജനകീയനായ നേതാവും CPMൻ്റെ മുൻ സെക്രട്ടറിയുമായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ശ്രീ ബിനീഷ് കോടിയേരിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ബിനീഷ് കോടിയേരി. നമസ്കാരം. ഇപ്പം താങ്കളുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റത്തിൽ നിന്നെല്ലാം വിമുക്തനായിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞു. എവിടെയായിരുന്നു താങ്കൾ ഈ ഒരു ഇടവേളയിൽ? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ഉള്ള സമയത്ത് ബിനീഷ് കോടിയേരിയും കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലാത്ത സമയത്ത് ബിനീഷ് കോടിയേരിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ഉള്ള സമയത്ത് ബിനീഷ് കോടിയേരിയെ എപ്പോഴും മാധ്യമങ്ങൾക്ക് പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. 3 വർഷത്തിന് ശേഷം അത്തരത്തിലുള്ള പിന്തുടരുകൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സ്നേഹത്തോടാണോ വൈരാഗ്യത്തോടാണോ പിന്തുടർ? അല്ല, അത് ഞാനതിൽ കോടിയേരി ലൈനാണ് പിന്തുടരുന്നത്. കോടിയേരി ലൈനിൽ പറയുമ്പോൾ എപ്പോഴും ഇപ്പോൾ രാജേഷേട്ടനൊക്കെ അറിയാം, ഞാൻ പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ടത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര തന്നെ വിരോധങ്ങൾ ഉണ്ടെങ്കിൽ പോലും, എത്ര തന്നെ അച്ഛൻ ആക്രമിച്ചാൽ പോലും, എത്ര രീതിയിൽ നിങ്ങൾ അച്ഛനെ ഏത് രീതിയിൽ കൊത്തിവലിച്ചാൽ പോലും ഒരു തരത്തിലുള്ള വിരോധവും മാധ്യമങ്ങളോടോ മാധ്യമപ്രവർത്തകരോടോ അച്ഛൻ വെച്ച് പുലർത്തിയിട്ടില്ല. അപ്പം അതൊക്കെ അത് അവരുടെ ജോലി, അത് അവർ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അച്ഛൻ അതിനെ എല്ലാത്തിനെയും കണ്ടിട്ടുള്ളത്. ഞാനും ആ അർത്ഥത്തിൽ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ എന്നെ അങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഞാൻ ആ അർത്ഥത്തിൽ എടുക്കണമെങ്കിൽ എനിക്ക് ഏതെങ്കിലും മാധ്യമപ്രവർത്തകരോട് സൗഹാർദ്ദപരമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ത് എന്ന് പറയാൻ എനിക്ക് ഭയമുണ്ടെങ്കിൽ മാത്രമല്ലേ ഞാൻ അവരെ അഭിമുഖീകരിക്കുന്നതിൽ ഞാൻ മാറേണ്ടതുള്ളൂ. എനിക്കതിൽ കൃത്യമായിട്ട് ഉത്തരവുണ്ട്. താങ്കളിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രമുണ്ട്. അതായത് ഒരു ചെറിയ കട്ടിൽ പോലുള്ള ഒരു കട്ടിലിൽ കോടിയേരി സഖാവിനോടൊപ്പം താങ്കൾ ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒരു ചിത്രം. അതൊരു വലിയ വാത്സല്യ തണൽ, അല്ലെങ്കിൽ ഒരു സ്നേഹത്തണലായിരുന്നു. അതില്ലാതായിട്ട് ഇപ്പം 4 വർഷം കഴിഞ്ഞു. എങ്ങനെ ഈ 4 വർഷങ്ങൾ കടന്നുപോയി? ഈ തുടക്കത്തിൽ തന്നെ ഭയങ്കര വൈകാരികമായിട്ടൊരു സാധനത്തിലോട്ടാണ് ഈ ഇൻ്റർവ്യൂ പോകുന്നത് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു രാജേഷേട്ടനും കൂടുതലായിട്ട് അച്ഛനുമായിട്ട് അത്രയും അടുപ്പമുള്ളൊരു മാധ്യമപ്രവർത്തനം കൂടി ആയതുകൊണ്ടായിരിക്കാം. അതൊരു ഞാൻ പറഞ്ഞില്ലേ, വല്ലാത്തൊരു ശൂന്യത. നമുക്കൊരു ഇപ്പം എനിക്കും ചേട്ടനും അമ്മയ്ക്കും ഒക്കെ മാത്രമായിരിക്കുമല്ലോ എല്ലാ ദിവസവും അത്തരത്തിലുള്ള എന്ത് കാര്യം പറയുമ്പോഴും അച്ഛനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ തൊണ്ടയ്ക്ക് കനം കൂടാതെ കണ്ണ് നിറയാതെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അതൊരു വസ്തുതയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അച്ഛൻ ഞങ്ങൾക്ക് എന്തുമാത്രം വിലപ്പെട്ടതായിരുന്നു എന്നുള്ളതും അച്ഛൻ ഞങ്ങൾ എത്രമാത്രമായിരുന്നു ചേർത്ത് പിടിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടും എത്തരത്തിലാണ് അച്ഛനൊരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അച്ഛൻ ഒരിക്കലും ഞങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് അച്ഛൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അച്ഛൻ പറഞ്ഞൊരു വല്ലാത്തൊരു വാചകമുണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. നീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനായതുകൊണ്ടാണ് ഈ വേട്ടയാടലുകളൊക്കെ. ഞാനില്ലാതായാൽ ഈ വേട്ടയാടലുകളൊക്കെ നിൽക്കും. ആ പ്രവചനം ഏറെക്കുറെ ശരിയായല്ലോ. അല്ല, അത് ഞാനല്ലല്ലോ പറയേണ്ടത്. അതെന്തായിരുന്നു എന്നുള്ളത് മാധ്യമ സമൂഹങ്ങളും ആളുകളും അല്ലേ വിലയിരുത്തേണ്ടത്. അത് ഈ പറയുന്ന പോലെ അതങ്ങനെയാണ്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് അച്ഛനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഇത്തരത്തിൽ ആക്രമിക്കും. അതൊക്കെ അച്ഛനോടുള്ള വിരോധം കൊണ്ടാണ് എന്ന് പറയുമ്പം നീ കോടിയേരിയുടെ മകനായിട്ട് പിറന്നു പോയത് കൊണ്ടാണ് എന്ന് പറഞ്ഞ വാചകം പറയുമ്പോൾ ഞാൻ അച്ഛനെ ഉടനെ തന്നെ എനിക്ക് അങ്ങനൊരു 1-2 അവസരങ്ങളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായുള്ളൂ. അങ്ങനെയൊരു രീതിയിലോട്ട് ഞാൻ പെട്ടെന്ന് കയറി അച്ഛൻ അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ എത്രമാത്രം ഡെപ്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അത്രയും പ്രശ്നങ്ങളുണ്ടായാൽ പോലും അത് അച്ഛനത് അതറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ അച്ഛനാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഞങ്ങൾ കാരണം അല്ല, ഇത് അച്ഛനെ ഈ പറയുന്ന പോലെ ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന 4 വർഷം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 4 വർഷവും ഞങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പറയണം. ഞങ്ങൾക്ക് ഈ 4 വർഷമെതിരായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെ പിന്തുടരാൻ ആഗ്രഹിക്കാത്തവർ എല്ലാം അങ്ങനെയാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്ന പോലെ ഞാൻ സജീവമായിട്ട് സമൂഹത്തിൽ ഇടപെട്ട് നിൽക്കുന്നത് കൊണ്ട് പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ആളുകൾക്ക് അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ ബന്ധപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഒരു ചിത്രം ഒരു പക്ഷേ ജീവിതത്തിലെ പല അവസരങ്ങളിലും ഉണ്ടായിട്ടുള്ള
അത്തരം ഒരു സന്ദർഭങ്ങളുടെ ഒരു ചിത്രം മാത്രമായിരിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളും കണ്ടിട്ടുണ്ട്. കൊച്ചുമക്കളോടൊപ്പം ഇങ്ങനെ കട്ടിലിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതും എല്ലാം അത്രയും വാത്സല്യം തന്നൊരു അച്ഛനല്ലായിരുന്നു. പൂർണ്ണമായിട്ടും അത്രയും എന്താ പറയണ്ടേ, ഞാൻ പറഞ്ഞില്ല, എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന അയ്യോ ഞങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ അച്ഛന് കേൾക്കേണ്ട ഞങ്ങൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പോലും അച്ഛൻ നമ്മളെ ആശ്വസിപ്പിക്കുക ചെയ്യുക. അച്ഛൻ ഞങ്ങളെ ചേർത്ത് നിർത്തുക ചെയ്യുക. അതായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ധൈര്യം, അതായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും. പിന്നെ അച്ഛനൊരു പുഞ്ചിരിച്ചോടുകൂടി എപ്പോഴും പറയുന്ന ഒരു വാചകം, വരട്ടെ നോക്കാം. ഇതാണ് അച്ഛൻ്റെ എപ്പോഴുമുള്ളൊരു വാചകം. ഇതാണ് അതില്ലല്ലോ. അതെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തകർന്നു നിൽക്കുന്നു. നമ്മൾക്ക് ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്ന ഒരു സംഭവത്തിൽ നിന്നും പെട്ടെന്ന് അതില്ലാതായപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് എന്താ, വലിയ രീതിയിലുള്ള സപ്പോർട്ട് സിസ്റ്റം പിന്നെയും ഉണ്ടാകുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പൂർണ്ണമായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതില്ലാത്തത് കൊണ്ട് മുന്നോട്ട് പോകുന്നതിലൊന്നും ഒരു ഭയപ്പാടോ ഒരു പതർച്ചയോ ഒന്നും തോന്നിയിട്ടില്ല. അത് കൃത്യമായിട്ട് അച്ഛൻ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കോടിയേരി ബാലകൃഷ്ണനെ വിലയിരുത്തുമ്പോൾ നല്ല നയമുള്ള നേതാവായിരുന്നു. ഇപ്പോൾ എല്ലാവരെ കാണുമ്പോഴും ചിരിച്ച് ഇടപെടുന്ന നേതാവ്, പാർട്ടി പ്രവർത്തകരെ പേര് വിളിച്ച് പറഞ്ഞുള്ള അടുപ്പം, പാർട്ടിയുടെ പരമോന്നത സമിതിയായ PBയിലെ അംഗം, പാർട്ടി കേരളത്തിലെ ഒന്നാമൻ. ശരിക്കും കേരളത്തിന് നഷ്ടപ്പെട്ടു പോയ മുഖ്യമന്ത്രിയാണോ കോടിയേരി ബാലകൃഷ്ണൻ? അത് എനിക്കത് ഞാൻ പറയുന്നത് എന്നുള്ളതിനേക്കാൾ ഉപരി ജനങ്ങളത് മനസ്സിൽ പറയുന്നുണ്ട്. ജനങ്ങളത് മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ അവരുടെ വൈകാരിക പ്രകടനങ്ങളായിട്ട് പുറത്തോട്ട് പറയുന്നു. എന്നെ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, അത് എഴുതിയിട്ടുള്ള ആളുകളുണ്ട്. അപ്പം എങ്ങനെയായിരിക്കണം ഈ പറയുന്ന പോലെ അത്തരത്തിലൊരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയെന്നുള്ളത് മുൻകാല അച്ഛൻ്റെ പ്രവർത്തന ഇടപെടലുകളുകൊണ്ട് ആളുകൾക്ക് വന്നിട്ടുള്ള ഒരു അനുഭവമാണ്, ബോധ്യങ്ങളാണ്. അപ്പോൾ ആ ബോധ്യത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് അവർക്ക് അത്തരത്തിലേക്കുള്ള ഒരു രീതിയിലാകുമെന്ന് വിചാരിച്ചിരുന്ന ഒരാൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ, പാർട്ടി സഖാക്കൾക്കിടയിൽ വലിയ രീതിയിലുണ്ട് എന്നുള്ളതാണ് പുതിയ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ ഓരോരുത്തരുടെ പ്രതികരണങ്ങൾ, അവരുടെ സങ്കടങ്ങൾ ഒക്കെ ഞങ്ങളുടെ മുന്നിൽ കാണിച്ചു തരികയും ഞങ്ങളുടെ അടുത്ത് വിളിച്ചു പറയുകയും ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ പലരും അത് പങ്കുവെക്കുകയും ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതുപോലൊരു ഇൻ്റർവ്യൂവിൽ DGP ആയിരുന്ന സന്ധ്യ IPSനോട് ചോദിച്ചിരുന്നു, കേരളം കണ്ട ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? ഈ പാർട്ടിയിൽ നിന്ന് തന്നെ ആഭ്യന്തരമന്ത്രിമാർ വേറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ പറഞ്ഞ എന്തുകൊണ്ട് ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു അവസരം മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കാൻ കിട്ടിയില്ലല്ലോ. അത് ഞങ്ങൾക്ക് അത്തരത്തിലൊരു മുഖ്യമന്ത്രിയായി കാണണം എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹത്തിനേക്കാൾ ഉപരി അത് ഞങ്ങളുടെ ആഗ്രഹത്തിൽ നിന്നുള്ളതിനേക്കാളും മുകളിൽ നിൽക്കുന്നത് ജനങ്ങൾക്ക് അത്തരത്തിലേക്ക് കിട്ടിയില്ലല്ലോ എന്ന് ജനങ്ങൾ പറയുന്ന ആ ഒരു ദുഃഖത്തെയാണ്. അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ നഷ്ടപ്പെട്ടതാണല്ലോ ഏറ്റവും വലുത്. അച്ഛൻ മുഖ്യമന്ത്രിയാകുന്നതോ അച്ഛൻ മന്ത്രിയാകുന്നതോ അച്ഛനൊരു സ്ഥാനത്തെത്തുന്നതോ എന്നുള്ളതല്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ. അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. പക്ഷേ ജനങ്ങൾ, പാർട്ടി പാർട്ടി നേതാക്കളായിട്ടുള്ള ആളുകൾ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുഃഖവും ഈ പറയുന്ന അകാലത്തിൽ അച്ഛൻ വിട്ടുപോയപ്പോൾ വന്നിരിക്കുന്ന ശൂന്യതയാണ്. ആ ദുഃഖം ചിലപ്പോൾ ഒരു പാർട്ടി അംഗങ്ങൾക്കിടയിൽ ഒരു രോഷമായി പോലും മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇത് പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണെങ്കിലും പാർട്ടിക്കാരുടെ ഉള്ളിലും അല്ലാതെ കോടിയേരിയെ ഇഷ്ടപ്പെടുന്നവരുടെ ഉള്ളിലും എല്ലാം ആ ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണ്. കോടിയേരിയോട് പാർട്ടി നീതി കാണിച്ചോ? കാരണം പെട്ടെന്ന് അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിച്ച വേളയിലാണെങ്കിലും പാർട്ടിക്ക് കാത്തിരിക്കാമായിരുന്നു. പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ട കാര്യമില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ മദ്രാസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗശേഷം അദ്ദേഹം ദീർഘകാലത്തിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമായിരുന്ന തലസ്ഥാനത്തേക്ക്, തിരുവനന്തപുരത്തേക്ക് ഇവിടെ കൊണ്ടുവന്ന ഒരു അന്ത്യോപചാരം അർപ്പിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച AKG സെൻറ്ററിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വെച്ചില്ല, നേരെ കണ്ണൂരിലേക്ക് കൊണ്ടുപോയി. ഇതൊക്കെ ഇന്നും ഈ ഒരു വിങ്ങലായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് പറയുന്നു? അല്ല, അതിപ്പം അത്തരത്തിലേക്കുള്ള അവരുടെ ആത്മവികാരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിങ്ങലുകൾ ഒക്കെ ഞാൻ പോകുന്ന പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ പോകുന്ന പാർട്ടി പരിപാടികൾക്കിടയിൽ ഞാൻ ബന്ധപ്പെടുന്ന സഖാക്കൾ അല്ലെങ്കിൽ എന്നോട് ബന്ധപ്പെടുന്ന സഖാക്കളൊക്കെ തന്നെ അത്തരത്തിലുള്ള അവർക്കൊരു വൈകാരികമായിട്ട് പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ അതിനകത്ത് പറയേണ്ടുന്ന ഒന്ന്, ഇപ്പം അത്തരത്തിലേക്കുള്ള പ്രതികരണങ്ങളിലേക്ക് ഞങ്ങൾ കുടുംബം പോകുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങളുടെ കുടുംബത്തിനുള്ളത്. കാരണം അത് അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അത്തരത്തിലേക്ക് ഞങ്ങളൊരു അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് പോകുമ്പോൾ അത് വേറെ തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പാർട്ടിക്ക് എതിരായിട്ട് തിരിയുവാൻ വേണ്ടി സാധ്യതയുണ്ട്. ഇപ്പോൾ പാർട്ടി അതിനകത്തൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ടി മറുപടിയുടെ കൂടെ പോകാനേ ഞങ്ങൾക്ക് പറ്റൂ എന്നുള്ളതിൻ്റെ കാരണം എന്ന് പറയുന്നത്
ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെ സംബന്ധിച്ചുള്ള ജീവിതത്തിലും മരണത്തിലും സംഭവിച്ചാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും മരണത്തിലുമുള്ള നിലപാടുകൾ എടുക്കുന്നതിന് സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് അധികാരമുണ്ട്, അതോടൊപ്പം തന്നെ കുടുംബത്തിനുമുണ്ട്. അപ്പം പാർട്ടി അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടൊരു കാര്യം ഇപ്പോൾ പൊതുജന മധ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് എതിരായിട്ട് പറയാൻ വേണ്ടി ഞങ്ങൾ പാർട്ടി കുടുംബം എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറ്റില്ല. പാർട്ടി അച്ചടക്കം പാലിച്ച് പറയുകയാണോ? അല്ല, ഇതൊരു കേഡർ സിസ്റ്റത്തിൽ നിന്നുള്ള പാർട്ടിയല്ലേ. ഇപ്പം ഞാനായാലും അമ്മയായാലും എൻ്റെ ചേട്ടനായാലും ആരായാലും ഞങ്ങളെല്ലാവരും പാർട്ടി കുടുംബമാണ്. പാർട്ടി കുടുംബത്തിലുള്ള ആളുകൾക്ക് കേഡർ സിസ്റ്റത്തിൽ പാർട്ടി അംഗമായിട്ടുള്ളെങ്കിൽ അല്ലെങ്കിലും എന്നുള്ളതൊന്നുമല്ല. അപ്പം പാർട്ടി കുടുംബമായിട്ട് നിൽക്കുന്ന ആളുകൾ പാർട്ടി രീതിക്കനുസരിച്ചും പാർട്ടി പറയുന്നതിനനുസരിച്ചും സഞ്ചരിക്കേണ്ടി വരും. ഇപ്പം ഞങ്ങൾക്ക് ചിലപ്പം എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എതിരായിട്ടുള്ള അഭിപ്രായം ഞങ്ങൾ പറയേണ്ടത് പാർട്ടിക്കകത്ത് നേതൃത്വത്തിനോടാണ്, അല്ലെങ്കിൽ പാർട്ടി കമ്മിറ്റികൾ ഞങ്ങൾക്കുണ്ട്. പാർട്ടിയെ ഭയമുണ്ടോ? പാർട്ടിയുടെ അടുത്ത് ഒരിക്കലും ഭയമല്ലല്ലോ. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത് ഭയമല്ലല്ലോ, സ്നേഹമല്ലേ. പാർട്ടിയുടെ അടുത്ത് എപ്പോഴും സ്നേഹമാണ്. ആ സ്നേഹമുള്ളത് കൊണ്ടല്ലേ നമുക്കിതിൻ്റെ അകത്ത് തന്നെ നിൽക്കണം. ആ സ്നേഹം, ഈ സ്നേഹം എന്നുള്ള സാധനമൊക്കെ ഉണ്ടാവുന്നതാണല്ലോ ഈ കോംറേഡ്ഷിപ്പ് എന്ന് പറയുന്നത്. അതിന് ഒരു ഭംഗം പറ്റിയാൽ മാത്രം, ഇതിനൊക്കെ വിഘാതമായി നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമല്ലേ നമ്മൾ മാറി ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളുള്ളൂ. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അത്തരത്തിലുള്ള ഒരു ചിന്തകളിലേക്കും പോകേണ്ട കാര്യമില്ല. ഇപ്പം അമ്മ ശ്രീമതി വിനോദിനി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി, ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിലുള്ള PB അംഗമായിട്ടുള്ള ഒരു മുതിർന്ന നേതാവ് വിളിച്ചാൽ ഫോൺ പോലും എടുക്കാറില്ല, പാർട്ടി തിരിഞ്ഞു നോക്കാറില്ല, എനിക്ക് ആരെയും ഭയപ്പെട്ട് കാര്യങ്ങൾ പറയേണ്ട അവസ്ഥയില്ല. അത് പറയേണ്ട ഒരു സാഹചര്യം വന്നത് ഇത്തവണ കണ്ണൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ TK ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ ഭാര്യാസമേതം കോടിയേരി ബാലകൃഷ്ണൻ്റെ വസതിയിലെത്തുകയും അതിനെ തുടർന്നുണ്ടായ ഒരു പ്രതികരണത്തിലൂടെയാണ്. ആ രീതിയിൽ പാർട്ടിയുടെ ഒരു കരുതൽ ഈ കുടുംബത്തിനുണ്ടായിട്ടുണ്ടോ? അല്ല, പാർട്ടിയുടെ കരുതൽ കുടുംബത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ പാർട്ടിയുടെ ഒപ്പം സഞ്ചരിക്കും. പാർട്ടിയുടെ ഒരു കരുതലുണ്ടായില്ല എന്നുള്ളത് കൊണ്ട് ഈ പാർട്ടിയുടെ അടുത്ത് വിട്ടുപോകുക എന്നുള്ള സംവിധാനമൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല. ഞങ്ങൾക്ക് പാർട്ടിയുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ട്, ഇപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ആ പ്രത്യേകിച്ചുള്ള നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഗോവിന്ദൻ മാഷ് വന്ന ആ കോൺടെസ്റ്റ്, ആ വന്നിരിക്കുന്ന കോൺടെസ്റ്റിൻ്റെ സമയത്തുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ നേതൃത്വത്തോട് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. നേതൃത്വത്തോട് എന്താണ് ആ പറയാനുണ്ടായിരുന്ന സാഹചര്യം എന്ന് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേതൃത്വം എന്ന് പറയുമ്പോൾ പാർട്ടി സെക്രട്ടറിയാണ് പാർട്ടിയുടെ മുഖം. ആണ്. പാർട്ടി സെക്രട്ടറിയുടെ ഭാഗമായിട്ടും ഈ പറയുന്ന ഇപ്പം പോൾ ബ്യൂറോ അംഗമായിട്ടുള്ള പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ അടുത്തും ഒക്കെ ഈ പറയുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള, ഇപ്പം ഞങ്ങൾ കണ്ണൂർ ഉള്ളതുകൊണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആളുകളടുത്തും കൃത്യമായിട്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള കോൺടെസ്റ്റ് എന്താണ്, അതിൻ്റെ കോൺടെസ്റ്റ് എന്താണ് ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതാണല്ലോ ചെയ്യേണ്ടത്. ഇത്തരത്തിലേക്കുള്ള ഒരു അഭിപ്രായ പ്രകടനം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നാൽ പാർട്ടി സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ അടുത്ത് ചോദിക്കുമല്ലോ, എന്താണ് ഇങ്ങനത്തെ ഒരു കാര്യം എന്നുള്ളതിൻ്റെ നിങ്ങളെന്താണ് നിങ്ങളുടെ ആശങ്ക. ആ ആശങ്ക ചോദിച്ചിട്ടുണ്ട്, ആ ആശങ്ക ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. താങ്കൾ തന്നെ ഇതിനെ കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ട് തന്നെ 3 വർഷം കഴിഞ്ഞു. പക്ഷേ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് വൈകിയില്ലേ? അല്ല, അതൊക്കെ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ഓരോ പ്രോസസ്സല്ലേ. അത് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ഇപ്പം അതിനെ സംബന്ധിച്ചിട്ടും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പക്ഷേ പിണറായി വിജയൻ ഇടപെട്ടിട്ടാണ് തന്നെന്നൊരു വാദം കേട്ടായിരുന്നു. അതൊന്നും ഒരു ശരി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെയാണല്ലോ അത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുക. പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളും പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. ഒരു വിവേചനം താങ്കൾ നേരിട്ടിട്ടില്ല എന്ന് താങ്കൾ പറയൂ. അല്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നത് ശരിയല്ലെന്നേ. ഞാൻ ഈ അച്ചടക്കത്തോടെ പറയത്തുള്ളൂ. അല്ല, അതല്ല, ഞാനൊരു വളണ്ടറി സംവിധാനത്തിൽ നിന്ന ആളുകളാണ്. ഞാൻ വളണ്ടറി സംവിധാനത്തിൽ തന്നെ അങ്ങനെയൊക്കെ നിന്ന ഒരു സംവിധാനത്തിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നം പെട്ടെന്ന് ഒരു വൈകാരികമായിട്ട് ഞാൻ പ്രതികരിച്ചാൽ അത് സ്വയമേവ തിരുത്താൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന രീതിയിലാണ് ഞങ്ങളൊക്കെ പരിവപ്പെട്ടിട്ടുള്ളത്. വൈകാരികമായി മനുഷ്യരാണ് എല്ലാവരും. വൈകാരികമായി പ്രതികരിക്കുന്നവരെ കൂടി ആശ്വസിപ്പിച്ച് അവരുടെ പ്രശ്നം പരിഹരിച്ച് നിർത്തേണ്ടതാണ് പാർട്ടി. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ആലപ്പുഴ G സുധാകരനും ഒന്നും സ്ഥാനാർത്ഥികളായിട്ട് എതിർപക്ഷത്ത് വരില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അല്ല, അത് അവരുടെ അഭിപ്രായം. ആ അഭിപ്രായം എന്ന് പറയുന്നത് ആ അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവരൊരുപാട് ഇപ്പം ഗോവിന്ദ മാഷ് വന്നപ്പോൾ ഒരുപാട് വിഷമത്തോടെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത് മാഷിൻ്റെ വൈകാരികമായിട്ടുള്ള വിശകലനമാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന് കോടിയേരിയുമായിട്ടുള്ള ബന്ധം, കോടിയേരി എങ്ങനെയായിരുന്നു അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ അദ്ദേഹം അത് പറയുന്നുണ്ട്. അത് ഈ പാർട്ടിയുടെ വേറൊരു ദോഷമായിട്ട് കാണുന്നത്, കഴിഞ്ഞ ദിവസം വരെ ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച് അല്ലെ ആ രീതിയിൽ പ്രവർത്തിച്ചവർ പാർട്ടി വിട്ടാൽ വർഗശത്രുവും വർഗവഞ്ചകനുമായി മാറും.
അല്ല അതങ്ങനെയാണല്ലോ. അത് ഈ പാർട്ടിയെ സംബന്ധിച്ചിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പാർട്ടി കേഡർ സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ അത്തരത്തിലൊക്കെ ഉണ്ടാവും. അങ്ങനെയാകാൻ താങ്കൾക്ക് താല്പര്യമില്ല? അല്ല അങ്ങനെയല്ലല്ലോ. ഞാൻ ഈ പറയുന്ന പോലെ അത് അങ്ങനെ ആർക്കും താല്പര്യം, ഗോവിന്ദ മാഷിന് ഒരു താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ല, കുഞ്ഞീഷ്ണറിന് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല, ജി സുരേഷ് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് അത്തരത്തിലേക്ക് ഇപ്പം ഞാനത് പറയുന്നതിനേക്കാൾ എത്രയോ വലുതായി. ഇപ്പോൾ ജി സുരേഷ് സാവും ഗോവിന്ദ മാഷും ഈ പറയുന്ന പോലെ കുഞ്ഞീഷ്ണറിനൊക്കെ ഈ പാർട്ടിയുടെ കൂടെ തന്നെ അവരുടെ ജീവിതകാലം മുഴുവൻ സഞ്ചരിച്ചിട്ടും അവർക്ക് പെട്ടെന്ന് ഈ പാർട്ടിയുടെ പ്രത്യേകിച്ച് ഈ കേഡർ സിസ്റ്റത്തിൽ വളരുന്ന ഈ കേഡർ സിസ്റ്റത്തിൽ ജീവിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിന്നും പെട്ടെന്ന് അത്തരത്തിലേക്ക് അവർക്ക് അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് പോകണമെങ്കിൽ എത്രമാത്രം അവർ മുറിപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള സാധനം അവർ പറയുന്നുണ്ട്. അത് പക്ഷെങ്കിൽ ഈ പാർട്ടിയെ സംബന്ധിച്ചിട്ട് ശരിയാണോ എന്നുള്ളതാണല്ലോ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്. അത് തടയാൻ വേണ്ടി ഈ പാർട്ടിക്ക് പറ്റുമായിരുന്നോ, ഈ പാർട്ടിക്ക് അതിൽ കൂടുതൽ ഇടപെടാൻ പറ്റുമായിരുന്നോ എന്നുള്ളതാണ്. അതിന് സ്വയം വിമർശനപരമായിട്ട് ഇപ്പോൾ നടക്കുന്ന റിവ്യൂകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അത് അവിടെയും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, കോടിയേരി ഉണ്ടായിരുന്നു എങ്കിൽ. അല്ല അതെ, അത് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാർട്ടി സഖാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു വൈകാരികതയാണത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ ഇടപെട്ടു, ഇപ്പോൾ അങ്ങനെ ഒരു ഇടപെടൽ കാണുന്നില്ല എന്നുള്ളൊക്കെ ചിന്ത വരാം. പക്ഷെങ്കിൽ അതൊരു ഈ പറയുന്ന ഓരോ സാഹചര്യമാണ്, ഓരോ തരത്തിലുള്ള ചിന്തകളും. ഈ തെരഞ്ഞെടുപ്പിലെ പരാജയ ശേഷമാണെന്ന് തോന്നുന്നു, ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ താങ്കളിട്ട ഒരു പിക്ചർ, ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തതിൽ കോടിയേരി സഖാവ് പുഷ്പൻ്റെ അടുത്ത് നിൽക്കുന്നതായിരുന്നു. അങ്ങനെ ഒരു ചിത്രം ഇടാനുള്ള കാരണം എന്തായിരുന്നു? ഇല്ല, അത് ആ സമയത്ത് എനിക്ക് വൈകാരികമായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവം വെച്ചാൽ അത് ഒരു ഇപ്പം എങ്ങനെയായിരിക്കണം നമ്മുടെ ഈ പറയുന്ന പാർട്ടി സഖാക്കളുടെ ഇടയിൽ നമ്മൾ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ രക്തസാക്ഷികളായിട്ടുള്ള ആളുകളെ നമ്മൾ എങ്ങനെയായിരിക്കണം കാണേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളൊരു ചിന്തയാണ്. ആ പോസ്റ്റ് അവിടെ തന്നെ കിടപ്പുണ്ട്. ഞാൻ വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് അതിനെ ചർച്ച ചെയ്ത് കൊണ്ടുപോയത് മറ്റൊരു തരത്തിലേക്ക്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ചിന്ത അതൊരു സ്വയം വിമർശനമാണ് എന്നെ സംബന്ധിച്ചിട്ട്. ഞാൻ അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് ആ പോസ്റ്റിൻ്റെ കോണ്ടസ്റ്റിലല്ല ജനങ്ങൾക്കിടയിൽ അത് കിട്ടുന്നതെന്നും ആ കോണ്ടസ്റ്റിലല്ല സഖാക്കൾക്കിടയിൽ അത് കിട്ടുന്നതെന്നും എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ രാത്രി തന്നെ ആ പോസ്റ്റ് പിൻവലിച്ചു. അപ്പോൾ അതാണ് ഈ പാർട്ടി ഉള്ളിലുള്ള അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള. അങ്ങനെ നിങ്ങൾ തന്നെ പാർട്ടി പറയുന്നുണ്ട്, വാട്സപ്പിലൂടെ വേണമെങ്കിലും വിമർശനം അയക്കാം, ഉള്ളതെല്ലാം തുറന്നു പറയാം, ആർക്ക് വേണമെങ്കിലും വലിപ്പച്ചെറുപ്പമില്ലാതെ വിമർശിക്കും. ഇതൊന്നും ഇതിനു മുമ്പ് ഇല്ലായിരുന്നു. അല്ല അതാണല്ലോ ഈ പാർട്ടിയെ സംബന്ധിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഒരു വിശാലമായൊരു പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ഒരു തെറ്റ് സംഭവിച്ചാൽ, ഒരു തെറ്റ് പറ്റിയാൽ അത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ് എന്ന് ഏറ്റുപറയുകയും അത് തിരുത്തുവാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാർട്ടി ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അത് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. ഒരു ഇലക്ഷനിൽ തോറ്റത് കൊണ്ട് മാത്രം ഈ സംഘടന അങ്ങ് ഒലിച്ചു പോകാൻ പോകുന്നു എന്ന തരത്തിലേക്ക് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഈ പറയുന്ന പാർട്ടിക്കകത്ത് ഈ പറയുന്ന പാർട്ടി കേഡർമാർക്കിടയിൽ, പാർട്ടി അനുഭാവികൾക്കിടയിൽ വലിയ രീതിയിൽ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ആശങ്ക നിലനിൽക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെല്ലാവരെയും കേൾക്കുവാൻ ഈ പാർട്ടി തയ്യാറാണ്. ആ പാർട്ടി നിങ്ങളുടെ മുന്നിൽ ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം തുറന്നു വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള എന്ത് തരത്തിലുള്ള അഭിപ്രായങ്ങളും പറയുവാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പാർട്ടിയാണ് എന്ന് വളരെ വിശാല അർത്ഥത്തിൽ മുന്നിൽ കാണിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി ഈ ആശങ്കകളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് പാർട്ടി ഒരു കമ്മിറ്റി ചേർന്നുകൊണ്ട് ഇനി ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെയാണ് ഇതിനകത്തൊരു തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന് പറയും. ആ തിരുത്തലോടൊപ്പം തന്നെ സഞ്ചരിക്കുക എന്നുള്ളതാണ് നമുക്ക്. ഇപ്പോൾ അതിന് ഈ പറയുന്ന പോലെ വീണ്ടും അതിനെതിരായിട്ടുള്ള വൈകാരികത ഇങ്ങനെയൊന്നും ഈ പാർട്ടി പോയാൽ പോരാ, ഇങ്ങനത്തെ രീതിയിലൊന്നും പോയാൽ ഈ പാർട്ടി നന്നാവില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അത്തരത്തിലുള്ള ആളുകൾക്ക് കൂടി അഭിപ്രായം പറയുവാനും അത്തരത്തിലുള്ള ആളുകളുടെ ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. അങ്ങനെ പോകാൻ പറ്റിയില്ലെങ്കിലാണ് രാജേട്ടൻ പറഞ്ഞ പോലത്തെ ഈ പ്രശ്നത്തിലോട്ട് പോകുന്നത്. ഇപ്പം ഞാൻ രണ്ടാമതൊരു ഫ്രെയിമിനെ കുറിച്ച് പറയാം. താങ്കളുടെ നേരത്തെ ഒരു ഫ്രെയിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പോൾ അടുത്തിടെ ശ്രീമതി വീണ വിജയനെ ശ്രീ പിണറായി വിജയൻ്റെ വസതിയിൽ ED ചോദ്യം ചെയ്ത വേളയിൽ അതിൻ്റെ മുന്നിൽ വലിയ ബഹളം ഉണ്ടായപ്പോൾ അവരെ അങ്ങനെ ബഹളം വയ്ക്കുന്ന പാർട്ടി പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്ന ഒരു ബിനീഷ് കോടിയേരിയാണ് ഇപ്പോൾ അടുത്തിടെ കണ്ട ഏറ്റവും ഒടുവിൽ ഈ പൊതുമധ്യത്ത് കണ്ടത്. അത് ഒരു മധുരമായ പ്രതികാരമായി വ്യാഖ്യാനിക്കപ്പെടുന്നവരുമുണ്ട്. കാരണം താങ്കൾക്കെതിരെ താങ്കൾ പരപ്പന അഗ്രഹാര ജയിലിൽ അടയ്ക്കപ്പെട്ട വേളയിലൊന്നും പാർട്ടിയുടെ ഒരു പിന്തുണ താങ്കൾക്ക് കിട്ടിയിരുന്നില്ല. മറിച്ച് ശ്രീ പിണറായി വിജയൻ്റെ മകളുടെ കാര്യം വന്നപ്പോൾ പാർട്ടി ഒന്നടങ്കം ഇത്രയും അധികം ബഹളം വയ്ക്കുകയും എല്ലാം ചെയ്ത സാഹചര്യം ഉണ്ടായി. അത് താങ്കൾക്ക് കിട്ടാത്ത പിന്തുണയാണ് വീണ വിജയന് കിട്ടിയത്. അന്നേരം താങ്കൾ അവിടെ നിൽക്കുമ്പോൾ താങ്കൾ ആത്മാർത്ഥമായിട്ടായിരിക്കും അവിടെ വന്നു നിന്ന്. പക്ഷേ സാമാന്യ ജനം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്.
ഇതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇപ്പം വീണ, വിക്കി, ഞാൻ, ബിനോയ്, ഇപ്പം ജെയ്സൺ, കുഞ്ഞു, ഇപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞങ്ങളുടെ പാർട്ടി നേതാക്കളുടെ മക്കളുടെ പേരുകളാണ്. ഇപ്പോൾ അത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വളർന്ന ആളുകളല്ലേ, ഞങ്ങളൊരു സമപ്രായക്കാരായിട്ട് വളർന്ന ആളുകൾ. ഇപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പം വീണ മോശമായിട്ട് ചിന്തിക്കും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുമോ? അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ എനിക്കും ഞാനും വീണയും ഈ പറയുന്ന വിക്കിയൊക്കെ ആയിട്ടുള്ള എൻ്റെ ബിനോയിയൊക്കെ ആയിട്ടുള്ള ഞങ്ങൾ തമ്മിലുള്ള കുട്ടിക്കാലമൊക്കെ എന്തുമാത്രം ഞങ്ങൾ ഒരുമിച്ച് യാത്രകൾ ചെയ്തിട്ടുണ്ട്, എന്തുമാത്രം ഞങ്ങൾ ഒരുമിച്ച് ബന്ധപ്പെട്ടു. അപ്പം നിങ്ങളെല്ലാവരും ധരിച്ചിരിക്കുന്ന അങ്ങനെ ഞങ്ങൾക്കൊരു അപകടം വരുമ്പോൾ ഞങ്ങൾ ഇദ്ദേഹത്തിന് പിണറായി വിജയൻ്റെ കുടുംബം കോടിയേരിക്കെതിരും, കോടിയേരിയുടെ കുടുംബം പിണറായിക്കെതിരും ഒന്നുമല്ല. ഇപ്പം അല്ല, ഞാൻ പറയുന്ന അത്തരത്തിലേക്കുള്ള ഒരു ചോദ്യം. എന്റെ ചോദ്യം അതല്ല, പിന്തുണ താങ്കൾക്ക് ഞാൻ അതിലേക്കാണ് വരുന്നത്, അതിലേക്കാണ്. അപ്പം ഇപ്പം ഇത്തരത്തിലുള്ള പിന്തുണ എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമാണ്. ഇപ്പോൾ എൻ്റെ സമയത്ത് ഒരു പിന്തുണ നൽകിയില്ല, അത് സത്യം തന്നെ, പിന്തുണ നൽകിയില്ല, അങ്ങനെയൊന്നും ഇരിക്കട്ടെ. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്തായിരുന്നു ആ ED കേസിൻ്റെ അകത്തുള്ള രാഷ്ട്രീയപരമായ ഇടപെടലിൽ നിന്നും കഴിഞ്ഞ ഒരു 3-4 വർഷം നമ്മൾ കണ്ടതിന് ശേഷമാണല്ലോ ഇതിൻ്റെ അകത്തൊക്കെ മാറിയത്. മാറിയത് ഇപ്പം അതേ അർത്ഥത്തിൽ ഇപ്പം വീണയെ കരുവാക്കി വെച്ചുകൊണ്ട് പിണറായി സാഹിബിനെതിരായിട്ട് തന്നെയാണ് ആ നീക്കം എന്നുള്ളതാണ് പാർട്ടി വിലയിരുത്തിയത്. അങ്ങനെയാണ് പാർട്ടി വിലയിരുത്തിയ സാഹചര്യത്തിൽ എനിക്ക് ഒരു ഈ പറയുന്ന പ്രൊട്ടക്ഷനും ഒന്നും ഈ പറയുന്ന പോലത്തെ ഒന്നും തന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ ഒരു നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് എന്നുള്ളതല്ല ഞങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇപ്പം ഈ പറയുന്ന വൈകാരികമായിട്ട് ചില സന്ദർഭത്തിൽ എന്തെങ്കിലുമൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരെങ്കിലുമൊക്കെ പേഴ്സണൽ ഇതിൽ സംസാരിക്കുകയോ പ്രതികരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അതൊന്നും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ ക്യാൻവാസിലേക്ക് വരുമ്പോൾ എനിക്ക് ഇത് കിട്ടിയില്ല, എനിക്കത് നൽകിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിനെല്ലാത്തിനെതിരായിട്ട് നിൽക്കണമെന്നല്ല. അത് കോടിയേരി ലൈനയല്ല, അത് കോടിയേരി ബാലകൃഷ്ണൻ്റെ ചിന്തയിൽ പോലും ഉണ്ടാതിരിക്കുന്ന കോടിയേരി വേ ഓഫ് പൊളിറ്റിക്സും അല്ല. അപ്പം അച്ഛനുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുക? ഇതേപോലെ തന്നെയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ രീതിയിൽ ഇടപെടൽ. എനിക്ക് ഈ പറയുന്ന പോലെ തന്നെ പിന്തുണ നൽകിയില്ല, എനിക്ക് കിട്ടാത്തൊരു പിന്തുണ മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ അതിനെ ഞാൻ എതിർക്കുകയല്ല വേണ്ടതെന്നുള്ളതും ആ പിന്തുണയുടെ കൂടെ ഞാൻ ചേർന്ന് നിൽക്കുകയാണ് വേണ്ടതെന്നുള്ള നല്ല ബോധ്യവും എനിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ പോയി. ED ചോദ്യം ചെയ്യലിന് ശേഷം ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹത്തെ അല്ല ചോദ്യം ചെയ്തത്, അദ്ദേഹത്തിൻ്റെ വസതിയിൽ മകൾ താമസിക്കുന്നുണ്ട്, മകളെ ചോദ്യം ചെയ്തതാണ്. ഈ മകളുടെ കാര്യത്തിൽ ഈ പാർട്ടി പ്രവർത്തകർ ഇത്രയും തല്ലുകൊള്ളുകയും അത് കഴിഞ്ഞ് ഇപ്പോൾ ഓരോരുത്തരും ജയിലിൽ കിടക്കുക, ജാമ്യം പോലും പലർക്കും കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് അവരെയൊക്കെ തെളിവിടേണ്ടതുണ്ടായിരുന്നു. അല്ല, അതൊക്കെ ED റെയ്ഡ് നടന്നതിന് ശേഷമല്ലേ ഞങ്ങൾ അറിയുന്നുള്ളൂ. ഞങ്ങളുടെ പ്രശ്നം എന്താ? ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ പാർട്ടി പോൾ ബ്യൂറോ അംഗമായിട്ടുള്ള ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സഖാവ് പിണറായി വിജയനെ തടഞ്ഞു വെച്ചുകൊണ്ട് ED റെയ്ഡ് നടത്തുന്നു. പിണറായി സാഹിബ് പ്രതിയല്ല. പിണറായി സാഹിബ് പ്രതിയല്ലാത്ത ഒരാളെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം പ്രതിയായിട്ടുള്ള ഒരു കേസിൻ്റെ അകത്ത് വന്ന ഒരു അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തുന്നു. അതവർക്ക് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ പ്രതിയല്ലാത്ത ആളുടെ മൊബൈൽ ഫോൺ പോലും പിടിച്ചു വെക്കുകയും മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാൻ പോലും സമ്മതിക്കാതിരിക്കുകയും ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും ഒരു തടവിൽ വെക്കുന്നത് പോലെ നിൽക്കുന്നത് പോലെ ചെയ്തത് കൊണ്ടാണ് ഞങ്ങളവിടെ പോയി. അത് ഞങ്ങളുടെ ഈ പറയുന്ന വൈകാരിക പ്രകടനം എന്നുള്ളതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞ കോമ്രേഡ്ഷിപ്പിൻ്റെ ഭാഗമാണത്. ഞങ്ങൾ അവിടെ വന്നത് ആ അർത്ഥത്തിലാണ്. അതിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിണറായി സാഹിബ് പുറത്തിറങ്ങി വന്നിട്ട് ഇത് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, ഞങ്ങൾക്കൊരു വിവരവും കിട്ടുന്നില്ല അകത്തെന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ഇപ്പം തന്നെ പണ്ടത്തെ പോലല്ല. ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അന്നേരം ഈ SFIക്കാർ റോഡിലിറങ്ങി സമരം നടത്തുന്നുണ്ട്. സമരം ഒന്നും കേരളത്തിൽ പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ടു എയർലി, വളരെ നേരത്തെ ആയിപ്പോയി എന്നുള്ളൊരു വിമർശനമുണ്ട്. മാത്രമല്ല ഈ ജാഥയിൽ വന്ന് കല്ലെറിഞ്ഞ് അല്ലെങ്കിൽ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനം നേരിട്ട് അവരുടെ ജീവിതം മൊത്തം ഈ തൊലഞ്ഞു പോകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇനിയും പോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട്. SFIക്കാരെ ഇങ്ങനെ ഇളക്കി വിടുന്നു, പുറകിലിരുന്ന് കുറേ ആൾക്കാരെ ഇളക്കി വിടുന്നു. പണ്ടൊരു കാലത്ത് ഇത്തരം സമരങ്ങൾക്ക് മുന്നിൽ നിന്ന ഒരാൾ കൂടിയായിരുന്നു ശ്രീ ബിനീഷ്. എന്ത് പറയുന്നു? ഇതൊരു വലതുപക്ഷ ഒരു രാഷ്ട്രീയത്തിൻ്റെ പുതിയ ഒരു സൈദ്ധാന്തികതയാണ് ഇപ്പോൾ ഈ അവതരിപ്പിക്കുന്ന രീതി. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ യുവാക്കളെ മൊത്തം സമരത്തിലേക്ക് ഇറക്കി വിടുന്ന ജീവിതം, അങ്ങനെ ഈ സമൂഹം എങ്ങനെയാണ് പരിവപ്പെട്ടത്? ഈ സമൂഹത്തിലെ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? ഓരോ കാലഘട്ടത്തിലെയും വിദ്യാർത്ഥി യുവജനങ്ങൾ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഓരോ കാലഘട്ടത്തിലും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളോട് സമൂഹം ആവശ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഓരോ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെയും നയം അല്ലെങ്കിൽ തീരുമാനം എന്നുള്ളത്. ഇപ്പോൾ ടു ഏർലി എന്ന് പറഞ്ഞല്ലോ, ഈ പറയുന്ന പോലെ ഈ ടു ഏർലി ആയിട്ടും ടു ഫാസ്റ്റുമായിട്ടാണ് ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ കാര്യങ്ങൾ നിലനിൽക്കുന്നത്. ഓരോ കാര്യങ്ങളും നിലപാടുകളും എടുക്കുന്നതും അതിൻ്റെ ശരവേഗത്തിലാണ് പോകുന്നത്. അത്തരത്തിൽ ശരവേഗത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം എടുക്കുമ്പോൾ അതിനേക്കാൾ വലിയ ശരവേഗത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ സമൂഹത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകും. അങ്ങനെ SFIയും DYFIയും ഈ പറയുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും നടത്തുന്ന പോരാട്ടങ്ങളെ
സമരങ്ങൾ വരുമ്പോൾ അത് അവരുടെ ജീവൻ തകർക്കുന്നു അതിനുള്ള ആഖ്യാനവും, വലതുപക്ഷം സമരം നടത്തുമ്പോൾ അത് വലിയ ജനങ്ങൾ, യുവാക്കളും യുവതികളും മുഴുവൻ ഈ പറയുന്ന സർക്കാരിനെതിരായിട്ടുള്ള വൈകാരിക പ്രകടനത്തിന് മുന്നിൽ നിൽക്കുന്നു. ആ വൈകാരിക പ്രകടനങ്ങളെയും ആ യുവാക്കളുടെ ഈ സമരങ്ങളെയും എന്തുകൊണ്ട് സർക്കാർ കാണുന്നില്ല എന്നുള്ള ആഖ്യാനം പറയുന്നതുമാണ് ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. സമരവും പ്രതിഷേധവും ഒന്നും ഈ നാട്ടിൽ പുത്തിരിയല്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഒരു കുപ്പി വെള്ളവുമായിട്ട് വന്ന് ജലപീരങ്കിയിൽ ഉപയോഗിച്ച വെള്ളത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ജലപീരങ്കി മാത്രമല്ല, ഈ പൂച്ചട്ടി കൊണ്ട് തലക്കടിച്ച് പൊട്ടിച്ച, സമരത്തിൽ നിസ്സാരമായിട്ട് പ്രതിഷേധിച്ചവരെ അടിച്ച് ക്രൂരമായി മർദ്ദിച്ച ഒരുപാട് സംഭവങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്, ഇല്ലേ? അല്ല, അത് പോലീസല്ലല്ലോ. അത് ഈ പറയുന്ന പോലെ പിണറായി സഖാവിൻ്റെ ഞങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഞങ്ങളുടെ സഖാവിനെ തടയാൻ വന്നപ്പോൾ ഞങ്ങളുടെ സഖാക്കൾ പ്രതിഷേധിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പോലീസ് ആരുടെയും തലയിൽ അല്ല, അത് ലാത്തി കൊണ്ടാണ് അടിച്ചത്. നിങ്ങൾ മനസ്സിലാക്കുന്നത് അല്ല, ഞാൻ പറയട്ടെ, ഈ ലാത്തി കൊണ്ട് അടിക്കുന്ന വെച്ചാൽ ഈ 2001, 2006 കാലഘട്ടം, ഈ സമീപകാല ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വിദ്യാർത്ഥി വേട്ട, യുവജന വേട്ട നടന്ന ഒരു കാലഘട്ടം. അന്നാണ് ഈ പറയുന്ന ഗ്രനേഡ് എറിഞ്ഞിട്ടുണ്ട്. ഗ്രനേഡ് എറിഞ്ഞ സമരത്തിൽ പങ്കെടുത്ത് ആ ASFൻ്റെ പ്രവർത്തനമായുള്ള സഖാവ് സജീഷിനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ആ ചീള് തെറിച്ചിട്ട് എന്തോ ഇപ്പം തിരുവനന്തപുരത്തിൽ അന്നത്തെ നമ്മുടെ ഉണ്ടായിരുന്ന മനോജ് ഏട്ടൻ എന്നെ പിടിച്ചൊരു സെക്കൻഡ് ഇങ്ങനെ മാറ്റിയില്ലായിരുന്നെങ്കിൽ അത് നേരെ ഞാൻ ടിയർ ഗ്യാസ് ആണ് എന്ന് വിചാരിച്ചാണ് ഞാൻ അതിൻ്റെ അടുത്തോട്ട് പോകുന്നത്. എന്നെ മനോജേട്ടൻ പിടിച്ചൊന്ന് പിന്നിലോട്ട് വലിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അതിൽ വലിയൊരു അപകടത്തിലോട്ട് മനോജേട്ടൻ, അത് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്നത് സംഭവിച്ചേനെ. ഗ്രനേഡ് എറിഞ്ഞ് പൊട്ടിച്ചെതറി ചീളുകൾ തെറിച്ച് ഹോസ്പിറ്റലിലായാലും ഇപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങൾ കാരണം ജീവിക്കുന്ന സഖാക്കളുണ്ട് ആ 2001, 2006 കാലഘട്ടത്തിൽ. ഇലക്ട്രിക് ലാത്തി അതിന് മുമ്പോ അതിന് ശേഷമോ പ്രയോഗിച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഇലക്ട്രിക് ലാത്തിയുടെ പ്രയോഗിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ദേഹത്തൊക്കെ. അത് ഒറ്റ പ്രാവശ്യം പ്രയോഗിച്ചുള്ളൂ. പിന്നെ മനുഷ്യാവകാശ സംഘടനകളും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിന് ശേഷമാണ് അത് മാറ്റേണ്ടി വന്നത്. അത്രയും ക്രൂരമായിട്ട് ഈ പറയുന്ന വിദ്യാർത്ഥി സമരങ്ങളെയും യുവജന സമരങ്ങളെയും നേരിട്ട ഒരു ഭരണം ഉണ്ടായിട്ടുള്ളത് ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. ആ ആളുകളാണ് ഇപ്പോൾ വന്നിട്ട് ഇത്തരത്തിലുള്ള CPM നേതൃത്വത്തിലുള്ള ഭരണത്തിന്റെ കാലത്ത് മർദ്ദന പോലീസ് കൈകാര്യം ചെയ്യുന്നതിലൊന്നും ഒരുപാട് കഥകൾ വേണം വിശദീകരിക്കാൻ. അല്ല, അതെ, ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഈ 10 വർഷത്തിനുള്ളിൽ എവിടെയാണ് ഗ്രനേഡ് വിദ്യാർത്ഥികൾക്കെതിരായിട്ട് പ്രയോഗിച്ചിട്ടുള്ളത്? ഇലക്ട്രിക് ലാത്തി എവിടെയാണ് വിദ്യാർത്ഥികൾക്ക് എതിരായിട്ട് നിങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത്? ഇലക്ട്രിക് ലാത്തി പ്രയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ടിയർ ഗ്യാസുകൾ, ഒരു സമരം വരുന്നതിന് മുമ്പ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുക, അങ്ങനെയൊന്നും ഇപ്പോൾ ഈ പറയുന്ന 10 വർഷത്തിൽ ഭാവി ഏത് പാർട്ടിപ്പെട്ടവരാണെങ്കിലും പോകുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി ഇപ്പം വ്യത്യാസം വന്നു. ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നത് SFI DYFI പ്രവർത്തകർ, അല്ല, അതെ, 10 വർഷക്കാരെ ഇവരുടെ ഒന്നും പേര് പൊതിച്ചോറ് കൊടുക്കുന്നത് മാത്രമേ കാണാനുള്ളൂ. അല്ല, ഈ പറയുന്ന പോലെ അത് ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന കാര്യമാണ് കേട്ടോ. അതിനിടെ ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഈ കാലഘട്ടത്തിൻ്റെ ഇടയിൽ SFI ഇപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞ ക്വസ്റ്റ്യൻ നിന്ന് പെട്ടെന്ന് മാറി എല്ലാ വിദ്യാർത്ഥികളും എന്നുള്ള ആക്കിയാൽ ഞാനത് അതേ ക്വസ്റ്റ്യൻ തന്നെ ഉറച്ചിരിക്കുക. SFI ആണെങ്കിലും KSU ആണെങ്കിലും ABVP ആണെങ്കിലും അവരുടെയൊക്കെ ജീവിതവും ഭാവിയും തകർക്കുന്നതാണ് ഈ സമരത്തിൽ ഇവർ നേരിട്ടിട്ടുള്ള ഒരുപാട് 100 കണക്കിന് ഉദാഹരണങ്ങൾ കാണിക്കാറുണ്ട്. അത് പോട്ടെ. അതല്ല ഞാനൊരു അത് പറയുമ്പോൾ വിശദീകരിക്കാൻ. ഇപ്പോൾ SFI ആണെങ്കിലും KSU ആണെങ്കിലും ASF ആണെങ്കിലും ABVP ആണെങ്കിലും വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും സമരം, ഏത് സമരം ആയിക്കോട്ടെ, ഇപ്പോൾ ഞങ്ങൾക്ക് ഈ പറയുന്ന ഞാൻ എടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എതിരായിട്ട് നിൽക്കുന്ന സമരം ആയിക്കോട്ടെ, ഇപ്പോൾ ഞങ്ങൾ നടത്തുന്ന സമരമല്ല, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും ഒരു സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളത് ആ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ എങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അകത്ത് ഭഗത് സിംഗ് വന്നത് ഈ പറയുന്ന 23 വയസ്സിൽ ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നിട്ടുണ്ട്. ഭഗത് സിംഗ് എന്തിന് ഈ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയെന്ന് ഇപ്പൊ നിങ്ങൾ പറയൂ? താങ്കളെ പോലെ 1-2 പേരെ മാറ്റി നിർത്തിയാൽ പൊതുജനം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. നേതാക്കന്മാരുടെ മക്കൾക്കൊന്നും പറ്റുന്നില്ലല്ലോ. അല്ല, അതൊക്കെ കുറേ ഈ പറയുന്ന ആവേശമായ ചിന്തകളാണ്. ഞാൻ അതിലൊന്നും എനിക്ക് പറയാൻ പറ്റുന്നത് എന്താ, ഞാൻ ഇടപെട്ട് നിൽക്കുന്ന ഈ സമൂഹത്തിൽ ഞാൻ ഇടപെട്ട് നിൽക്കുന്നുണ്ട്. ആ ഇടപെട്ട് നിൽക്കുമ്പോൾ എനിക്ക് കാണുന്ന ജീവിതങ്ങളുണ്ട്, ഞാൻ കാണുന്ന മാറ്റങ്ങളുണ്ട്. ഈ സമൂഹത്തിൽ വരുന്ന ഓരോ കാലഘട്ടത്തിലും എങ്ങനെയായിരിക്കണം ഒരു വിദ്യാർത്ഥി. ഇപ്പോൾ യുവത്വവും വിദ്യാർത്ഥികളും പ്രതികരിക്കാൻ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിദ്യാർത്ഥികളും യുവത്വം എന്ന് പറയുന്നത്? യുവത്വം എന്ന് പറയുന്നതും പ്രതികരിക്കാനുള്ളതാണ്. ആ യുവത്വത്തിൻ്റെ സമയത്ത് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ സമൂഹത്തോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ പറയും. കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് ലഹരിയോടൊന്നും ഈ യുവത്വവും സംഘടനകളും പ്രതികരിച്ച് വലിയ തോതിൽ കാണുന്നില്ല. അല്ല, അത് ഈ പറയുന്ന ഇപ്പോഴത്തെ നോക്കി ഈ ഒരു കഴിഞ്ഞ കുറച്ച് നാൾ ഇപ്പം പുതിയ ഈ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന പുതിയ നയം തൂഫാൻ
വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. വളരെ നല്ല രീതിയിൽ അത് ആളുകൾ എടുക്കുന്നുണ്ട്. അതിനെതിരായിട്ട് എല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ അതിന് നിങ്ങൾ തൂഫാൻ എന്നുള്ള അതിന് വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് സിസ്റ്റം മുഴുവനും അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ മുഴുവനും യുവജന സംഘടന മുഴുവനും അതിന് വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തത്. അത്തരത്തിലുള്ള നിലപാടുകൾ ഒരു ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് എടുത്താലും ആ ഗവൺമെൻറ്റോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ സമൂഹത്തിൻ്റെ അകത്ത് ലഹരി എന്നുള്ളത് വലിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ മാറ്റാൻ പറ്റുമോ അതെല്ലാ രീതിയിലും നമുക്ക് മാറ്റാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് എടുക്കുന്ന പ്രവർത്തനത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ആരും എതിർപ്പ് പറയുന്നില്ല. തൂഫാനെ വലിയ രീതിയിൽ ആരും സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ താങ്കൾ ഈ ജയിലിൽ അടയ്ക്കപ്പെട്ടതിൻ്റെ പിന്നിലൊക്കെ പൊതുസമൂഹത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു കാര്യം താങ്കൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ താങ്കൾ കുറ്റവിമുക്തനാക്കപ്പെട്ടു. എന്തായിരുന്നു താങ്കളുടെ പേരുള്ള കേസ്? എൻ്റെ കേസിനെ സംബന്ധിച്ചിട്ട് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസേ അല്ലായിരുന്നു. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസായിരുന്നെങ്കിൽ ആ കേസിൽ ഞാൻ ആദ്യം പ്രതിയാവേണ്ടിയിരുന്നത് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കേസിലായിരുന്നു. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കേസിൽ ഞാൻ പ്രതിയല്ല. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എനിക്കൊരു സമൻസ് പോലും ഞാൻ കേസിൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഡിയും NCBയും രണ്ടുപേരും ഈ അന്വേഷണം നടത്തി. രണ്ടുപേരും അന്വേഷണം നടത്തിയപ്പോൾ അന്വേഷിച്ചത് ഇതിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്ന NCB കേസിൽ പ്രതിയായ എൻ്റെ ഒരു അന്നത്തെ സുഹൃത്തായിരുന്ന അദ്ദേഹത്തിന് ഞാൻ പൈസ കൊടുത്തു എന്നുള്ളതും ഞാൻ അക്കൗണ്ടിലൂടെ പൈസ കൊടുത്തു എന്നുള്ളതും ആ പൈസ അദ്ദേഹം ഈ പറയുന്ന നർക്കോട്ടിക്കിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിൽ NCB ആണ് ഈ പറയുന്ന ആ കേസിനെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു നിലപാട്. NCB എന്താ ചെയ്തത്? ഞാൻ കൊടുത്ത പൈസ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് അവരന്വേഷിച്ചു. അത് അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ കേസിൽ പോലും എന്നെ പ്രതിയാക്കാൻ പറ്റില്ല, എന്നെ സമൻ ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. പക്ഷേ അത് മനഃപൂർവ്വം അത് മറച്ചു വെക്കുകയും അവർക്ക് ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് എന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ട് എന്നെ ഹുക്ക് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതിൽ എന്നെ ഹുക്ക് ചെയ്ത് വെച്ചു എന്നുള്ളതല്ലാതെ ഈ മേഖലയിൽ അന്വേഷിക്കാനേ പോയില്ല. പക്ഷേ NCB എന്ത് ചെയ്തു? ഈ പൈസ ഇയാൾ എന്ത് ചെയ്തു എന്ന് അന്വേഷിച്ചു. ഇയാൾ കൊടുത്തുള്ള മൊഴിയുണ്ട്. ഞാനിത് വാടക കൊടുത്തു, ഞാനിത് തൊഴിലാളികൾക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കൊടുത്തു, അവിടുത്തെ മെയിൻ്റെനൻസ് നടത്തി, സാധനങ്ങൾ വാങ്ങിച്ചു, ഇതിനൊക്കെ അതെല്ലാത്തിൻ്റെയും ബില്ലുകൾ ഉൾപ്പെടെ NCBയുടെ അടുത്ത് അദ്ദേഹം സബ്മിറ്റ് ചെയ്തു. ഈ പറഞ്ഞ എല്ലാ ആളുകളെയും NCB വിളിച്ചു വരുത്തി. എല്ലാവരും പറഞ്ഞു ഇദ്ദേഹം ഇത്ര പൈസ ഉണ്ട്. അപ്പോൾ ഞാൻ കൊടുത്ത പൈസയും അദ്ദേഹം അവിടെ ചിലവാക്കിയ പൈസയും അതെ ഹോട്ടൽ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ പ്രതിയാക്കാൻ പറ്റില്ല. അവരപ്പോൾ മനഃപൂർവ്വം അത് ചെയ്താന്നുള്ളത് എല്ലാം എവിടെയാണ് അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് എൻ്റെ കേസ് നിലനിൽക്കാതെ പോയത്. പക്ഷേ തങ്ങളോട് അന്ന് ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയില്ലേ? ഇന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് വിടാം, പിണറായി വിജയനെതിരെ മൊഴി കൊടുക്കണം, അല്ലെങ്കിൽ താങ്കളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള സന്ദർഭങ്ങളും ഉണ്ടായില്ലേ? അല്ല, ആ കേസിനെ സംബന്ധിച്ചിട്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞു നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രജിസ്റ്റർ ചെയ്ത ഒരു കേസിനെ എൻ്റെ ആസ്പദമാക്കിയാണ് എന്നെ അറസ്റ്റ് ചെയ്തെന്നുള്ളതാണല്ലോ വ്യാഖ്യാനം. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അങ്ങനെ വ്യാഖ്യാനം. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ ആയിരുന്നില്ല. ഒരു ചോദ്യങ്ങൾ അവർക്കൊരു 14 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ 14 ക്വസ്റ്റ്യൻസ് തന്നെയാണ് അത് വെറുതെ എഴുതി കൊടുക്കുന്ന സാധനത്തിൽ മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ഈ 14. പക്ഷേ ഈ 14 ദിവസവും എന്നെ ഏകദേശം 11 മണിക്കൂറോളം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇതൊന്നും പറഞ്ഞിട്ടല്ല. അതിൽ ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അവർ കുറച്ചൊക്കെ വ്യത്യാസം വന്നു. പക്ഷേ ആ ആദ്യത്തെ 6 ദിവസം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി സഖാവിനെതിരായിട്ടുള്ള കാര്യങ്ങൾ, അന്നത്തെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൊഴി കൊടുക്കാനുണ്ട്. അതിനുള്ള വേറെ തരത്തിലുള്ള ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ പല രീതിയിലുള്ള ആളുകൾ നേരിട്ട് വന്ന് സംസാരിക്കാൻ അതിൻ്റെ അകത്തുനിന്ന് തയ്യാറായിട്ടുണ്ട്. അതിനൊന്നും ഞാൻ തയ്യാറാകാതെ നിന്നപ്പോഴാണ് വലിയ രീതിയിലേക്കുള്ള സമ്മർദ്ദം വന്നത്. എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എന്തുമാത്രം അതിൻ്റെ അകത്ത് മാനസിക സമ്മർദ്ദത്തിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഇവിടെ റെയ്ഡ് ഞാൻ ഇതിനൊന്നും വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് റെയ്ഡ് വന്നപ്പോഴത്തേക്ക് പറയുന്നത് എന്താ, ഇത് അമ്മയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, വൈഫിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുവരാൻ ഞാൻ ഈ പറയുന്ന രീതിയിൽ കാണിക്കുക. ആ രീതിയിലൊക്കെ എന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടും ഞാൻ അതിന് വഴങ്ങാതിരുന്നു എന്നുള്ളത് എനിക്ക് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അച്ഛൻ തന്നിട്ടുള്ളൊരു ധൈര്യമാണ്. ആ ധൈര്യത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ അതങ്ങനെ ഇല്ലായിരുന്നു ഇരിക്കണം. ഞാൻ പറയട്ടെ, ഇപ്പം ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഞാനത് ഓർത്തെടുക്കുമ്പോൾ എനിക്കും അതൊരു ഭയപ്പാടോട് കൂടിയിട്ടേ ഓർക്കാൻ പറ്റുന്നുള്ളൂ. അത്രയും വളരെ വളരെ മോശപ്പെട്ട വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു ഞാൻ അങ്ങനെ. ഞാൻ ഈ ദേഹോപദ്രവം എന്നുള്ളത് മാത്രം. ദേഹോപദ്രവം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം? ദേഹോപദ്രവം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് മാനസികമായിട്ട് കൂടുതൽ അതാണല്ലോ. ഇപ്പം ഞാൻ അതാണ് നേരത്തെ വളരേണ്ട രീതിയിലൊക്കെ വളർന്നു വന്നു എന്ന് പറയുന്നതിൻ്റെ ഞാൻ കിട്ടും. പക്ഷെ അത് മാനസികമായിട്ട് തകർക്കുമ്പോൾ പോലും നമുക്ക് അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്നുള്ളത് നമ്മൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ഭയപ്പാടോട് കൂടിയിട്ട് ആലോചിക്കാൻ പറ്റുന്നുള്ളൂ. ചെറിയ രീതിയിലൊന്നും അല്ല അത്. ഞാനത് തിരിച്ചിറങ്ങിയതിന് ശേഷം സംസാരിച്ച പച്ചനത് പറഞ്ഞിട്ടുണ്ട്,
ഒന്ന് രണ്ട് ഈ പറയുന്ന സമയം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചാൽ ഇതെല്ലാം അവസാനിക്കുമല്ലോ, ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമല്ലോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് നടത്തിയിട്ടുണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. ഇപ്പോൾ പക്ഷേ നിർഭാഗ്യവശാൽ താങ്കൾക്ക് ജാമ്യം കിട്ടിയപ്പം കോടിയേരി ഉണ്ടായിരുന്നു, പക്ഷെ താങ്കൾ പൂർണ്ണമായിട്ട് കുറ്റവിമുക്തനാക്കിയ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇല്ലായിരുന്നു. അല്ല അത് ഞാൻ പറയേ വീണ്ടും അതൊക്കെ ഒരു വൈകാരികമായിട്ടുള്ള പക്ഷേ സാഹചര്യം. വേറൊരു കാര്യമുണ്ട്, ഇപ്പം പൊതുവായിട്ട് സമൂഹം പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കൾ കാരണം കോടിയേരിക്ക് അത്രയും വലിയ നേതാവായിട്ടും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കാൻ മാതൃക കാട്ടി മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു കുറ്റബോധം താങ്കൾക്കുണ്ടോ? ആ ഒരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. ഞാൻ കാരണം ആണല്ലോ അച്ഛൻ ഇങ്ങനെ രീതിയിലേക്ക് ആവുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ആകുന്നതൊക്കെ വലിയ സങ്കടമുണ്ട്. ഞാൻ ആ സംഭവം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഒന്ന് കരഞ്ഞ് ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ കാരണം. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാചകം സംബന്ധിച്ച്, നീ കാരണമൊന്നുമല്ല, നീ കോടിയേരിയുടെ മകനായി ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ടാണ് നീ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. ഞാൻ ഇല്ലാതാവുന്ന കാലഘട്ടത്തിൽ ഇതെല്ലാം അവസാനം. അപ്പോഴാണ് ഞങ്ങൾ അതാണ് ആ വാചകം പറഞ്ഞത്. ഞാനിത് പറഞ്ഞപ്പോഴാണ് അച്ഛൻ അത്തരത്തിലേക്കൊരു വാചകത്തിലേക്ക് എത്തിയത്. പിന്നെ ഈ ഒരു വിധി വന്ന ആ സമയത്ത് എല്ലാം സ്റ്റേ ചെയ്തിരിക്കുന്നു, എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് മറ്റേ വിധി വന്നപ്പോൾ എനിക്ക് ഞാനൊരു ഫീലായിരുന്നു. എനിക്കൊന്നും ഒരു നിർവികാരത. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാണുകയും കേൾക്കേണ്ടിയും ഉണ്ടായിരുന്ന ഒരാൾ അച്ഛനാണ്. അദ്ദേഹം ഇല്ലാതായി. പിന്നെ ഇത് ഞാനിപ്പോൾ എന്നെ കുറ്റമുക്തനായി, കുറ്റമുണ്ട്, ഇനിയും ഞാൻ വേറെ രീതിയിൽ എന്തെങ്കിലും ആവുന്നു, ഇതൊന്നും ഇനിയിപ്പോൾ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ഇതില്ലല്ലോ. പക്ഷേ ഈ കോടിയേരി ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരിക്കുമ്പോഴൊക്കെ ഒരു ആഡംബരപൂർണ്ണമായ ജീവിതം നയിച്ചിട്ടുണ്ടോ? അല്ല ഇത് താങ്കൾ അത് അത്തരത്തിലേക്കുള്ള ഒരു ചിന്തകൾ ഇപ്പം ആഡംബരം എന്നൊക്കെ പറയുന്നത് എന്താ, എനിക്കതിനെക്കുറിച്ചുള്ള ഞങ്ങളിപ്പം നല്ല ഷർട്ട് ഇടുകയും നല്ലൊരു ഡ്രസ്സ് ധരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു ആഡംബരപൂർവ്വമായിട്ടുള്ള കാര്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു 2006 ആ കാലഘട്ടത്തിൽ. ഇപ്പം സമൂഹം ഓരോ ഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോഴും ഇടുന്നത് അതേപോലത്തെ ഡ്രസ്സാണ്, ഇപ്പോൾ ഇടുന്നതും അതേപോലത്തെ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതൊക്കെ ഒരു നോർമലൈസ്ഡ് ആണ്. അന്നത്തെ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഡ്രസ്സ് ഇടുന്നതും ഞാൻ ഈ പറയുന്ന 2008 സമയത്താണ് ദുബായി പോകുന്നത്. ആ സമയത്ത് ദുബായി പോകുന്ന സമയത്താണ് അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു എന്നുള്ളതാണല്ലോ. വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് പോലും അതാണ് ഇപ്പം ഈ പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന ആഡംബര ജീവിതം എന്ന് പറയുന്നത് ഈ വസ്ത്രങ്ങളാണല്ലോ ഒരു മെയിനായിട്ടുള്ളത്. വേറെ ആഡംബരം എന്ന് പറയുന്നത് നല്ല ഈ പറയുന്ന ഭക്ഷണം എല്ലാവരും കഴിക്കുന്ന പോലത്തെ ഭക്ഷണമാണ് കഴിക്കുന്നത്, എല്ലാവരും യാത്ര ചെയ്യുന്ന പോലത്തെ യാത്രയാണ് ഞാനും ചെയ്യുന്നത്. അധികാരത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആത്യന്തികമായിട്ട്. അല്ല അത് പറയേണ്ടുന്നത് ഞാൻ അത്തരത്തിലുള്ള അങ്ങനെ എനിക്ക് ആ കാലഘട്ടത്തിൽ നിങ്ങൾ പറയണമല്ലോ. ഈ പറഞ്ഞ ഞാൻ അധികാരത്തിൻ്റെ കേന്ദ്രീകരിച്ചിട്ട് അധികാരത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നേടി, അധികാരത്തിൻ്റെ ഭാഗമായി നിന്ന് ഇപ്പം ഗവൺമെൻറ്റുമായി ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ആളുകളുമായോ സ്ഥാപനങ്ങളുമായോ ഞാൻ എന്തെങ്കിലും ചേർന്ന് നിന്നുകൊണ്ട് സമ്പാദിച്ചു എന്നുണ്ടെങ്കിൽ മാത്രമാണല്ലോ ആ പ്രശ്നങ്ങൾ വരുന്നത്. ഞങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ അകത്തും ഒരാക്ഷേപവും നേരെ വന്നിട്ടില്ല. ഇപ്പം എങ്ങനെ ആക്ഷേപം വരിക? ഞാൻ ഗവൺമെൻറ്റിനുമായിട്ട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടാക്കി, ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളുമായി ചേർന്ന് നിന്ന് എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടാക്കി എന്നാലാണല്ലോ ഒരു ആക്ഷേപം. എന്നെ സംബന്ധിച്ചിട്ടും എൻ്റെ ചേട്ടനെ സംബന്ധിച്ചിട്ടും ഇന്നേ വരെ അങ്ങനത്തെ ഒരു ആക്ഷേപം സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ വീണ വിജയനിലേക്ക് വന്നാൽ, വീണ വിജയനെതിരായിട്ട് ആരോപണം ഉന്നയിക്കുകയും കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ ഷോൺ ജോർജ്, താങ്കളുടെ അടുത്ത സുഹൃത്തും സഹപാഠിയൊക്കെ ആയിരുന്നതാണ്. മറ്റുള്ളൊരു വിമർശനം പാർട്ടിയിലെ ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നതായിരിക്കും ഇത്തരം ഒരു വീണ വിജയനെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിൽ ഷോൺ ജോർജിന് രഹസ്യ പിന്തുണ താങ്കൾ നൽകുന്നുണ്ടെന്ന്. എന്താണ് കഥ? ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പം ഈ ഷോണും ഞാനും ഒക്കെ ഉള്ള ബന്ധം ഒരു 26 വർഷമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ഞാൻ ഷോണും മാറിവാനേഴ്സ് തൊട്ട് ഒരുമിച്ചിട്ട് അറിയുന്നതാണ്, ബന്ധമുള്ളതാണ് എന്നാണ്. ഇപ്പം ഞാനും നിനുവും ഷോണും കൂടിയാണ് എറണാകുളത്ത് ഞങ്ങൾ ലോ ഫേം നടത്തുന്നത്. 2002 തൊട്ട് നിനു ഞങ്ങളെ സുഹൃത്താണ്. അപ്പോൾ ഞാനും നിനുവും ഒരേ രാഷ്ട്രീയ ധ്രുവങ്ങൾ സഞ്ചരിക്കുന്ന ഒരാളാണ്. ഷോണ് ഞങ്ങളെ രണ്ടുപേരിൽ നിന്ന് വിഭിന്നമായി പൂർണ്ണമായി എതിരായിട്ട് സഞ്ചരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ജീവിതകാലം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ അന്നും ഇന്നും ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വാദപ്രതിവാദങ്ങൾ നടത്തുകയും അത് രണ്ടുപേർക്കും അവരുടെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള എതിരഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും മുന്നോട്ട് പോകുന്ന ആളാണ്. ഞങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിന് ഒരു തരത്തിലും ഇതിനെ ബാധിച്ചിട്ടില്ല, ഇപ്പോഴും ബാധിച്ചിട്ടില്ല. പക്ഷെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഷോണ് നടത്തുന്ന ഈ പറയുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം നടത്തുമ്പോൾ അതിൻ്റെ എതിരായിട്ടുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ ബാധിക്കില്ല, ഒരിക്കലും ബാധിച്ചിട്ടില്ല, ബാധിക്കുകയില്ല. പക്ഷേ ഈ ഇ.ഡി. വേട്ടയാടൽ എല്ലാം വീണയെ ഇ.ഡി. വേട്ടയാടുന്നത് പിണറായി വിജയനെ അതിലൂടെ CPM-നെ വേട്ടയാടാൻ വേണ്ടിയാണെന്നുള്ളതാണ് പാർട്ടി നൽകുന്ന ചിത്രം. അന്നേരം അത്തരം ഒരു വേട്ടയാടലിന് കാരണമാകുന്ന ഒരാൾ കൂടി, അല്ലെങ്കിൽ അതിന് പിൻബലം നൽകുന്ന സഹായങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള സൗഹൃദം
വർഗശത്രുവായിട്ടുള്ള സൗഹൃദമായിട്ട് വേണമെങ്കിൽ ഇതാണ് ഈ പറയുന്നതാണ് ഏറ്റവും വലിയ ഈ പറയുന്ന പോലെ വർഗശത്രു അല്ല ഷോൺ ഞങ്ങളുടെ അതിനേക്കാളും എതിരായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ അതെ വർഗശത്രു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് പോകുന്ന ആളാണ്. ഇപ്പോൾ ഷോൺ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് പോകുന്നില്ല, അദ്ദേഹം പൂർണ്ണമായും അപ്പുറത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പം എത്തരത്തിലേക്കൊക്കെ നമ്മൾ എതിരായിട്ട് നിന്നാലും രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നമ്മൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഈ പറയുന്നുള്ള ചിന്തയാണ് രാഷ്ട്രീയത്തിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ രാഷ്ട്രീയപരമായിട്ട് എതിരിടുന്നു, നിങ്ങളുടെ ആശയം വ്യത്യസ്ത ധ്രുവങ്ങളുള്ളതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ കണ്ടാൽ സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കണ്ടാൽ ഇങ്ങനെ മുഖം തിരിച്ച് നടക്കണമെന്നൊന്നുമില്ല. എനിക്കുണ്ടായിരുന്ന സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഘട്ടം എത്തിയപ്പോൾ അദ്ദേഹം ഇത്തരത്തിലേക്കുള്ളൊരു നിലപാടാണ് രാഷ്ട്രീയത്തിലെടുത്തത്. അത്തരത്തിലേക്ക് നിലപാട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ എടുത്തു എന്നുള്ളത് കൊണ്ട് എൻ്റെ സൗഹൃദത്തിൽ നിന്ന് ഞാൻ മാറി നടക്കണം എന്നുള്ളതിനെയൊന്നും ഞാൻ അംഗീകരിക്കില്ല. ഞാൻ പക്ഷേ അദ്ദേഹം ഇപ്പോൾ എടുക്കുന്ന നിലപാടിനെ പൂർണ്ണ അർത്ഥത്തിൽ എതിർക്കുകയും ആ പൂർണ്ണ അർത്ഥത്തിൽ അതിൻ്റെ നിലപാടിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും പേഴ്സണലായിട്ട് തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പബ്ലിക്കലിയും ഞാൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ED റെയ്ഡ് നടന്നപ്പോൾ ഞാൻ അതിൻ്റെ കൂടെയല്ല, ഞാൻ ഈ പറയുന്ന എൻ്റെ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എൻ്റെ പാർട്ടി നേതാവിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നടത്തുന്ന ഈ രാഷ്ട്രീയ പോരാട്ടത്തിന് എതിരായിട്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അന്നോടെ പോയി നിന്നത്. ഇപ്പോൾ ക്രിക്കറ്റ് സിനിമ അത് ആ മേഖലയിൽ എങ്ങനെയുണ്ട്? ഇപ്പം ഞാനിപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഇതിപ്പം 4ാമത്തെ വർഷം കഴിഞ്ഞു. അപ്പം ക്രിക്കറ്റ് പണ്ടുതൊട്ടേ കളിക്കുന്നത് കൊണ്ടും ആ പാഷൻ ഉള്ളത് കൊണ്ടും ഒക്കെ തന്നെ ക്രിക്കറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട പുതിയ മേഖലയായിരുന്നു ഞാൻ അത് നേതൃത്വത്തിലേക്ക് വന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് കൊണ്ടുപോകാൻ പറ്റി. വിമൻ ചാർജും ജൂനിയർ ചാർജുമാണ് എനിക്ക് സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് ജോയിൻറ്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം. അപ്പോൾ സെക്രട്ടറി എനിക്ക് ആ 2 ഉത്തരവാദിത്തങ്ങളും തന്നതുകൊണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സിനിമാ താരങ്ങളുടെ ക്രിക്കറ്റ് ലീഗ് അതൊക്കെ CCL-ലും ഇപ്പം ഉണ്ട്. കഴിഞ്ഞ വർഷം കളിച്ചിരുന്നു, ഇനി ഈ സീസണിലും ഉണ്ടാവും. ഞങ്ങൾ കഴിഞ്ഞ വർഷം സെമി വരെ എത്തിയ ടീമാണ്. CCL വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് കേരള സ്ട്രൈക്കേഴ്സ് ഉണ്ണി മൂന്തനായിരുന്നു ക്യാപ്റ്റൻ. ഉണ്ണി കുറച്ചുകൂടി ഒരു ഇൻവോൾവ് ആണ് ഇതിൻ്റെ അകത്ത്, കുറച്ചുകൂടി ഇൻവോൾവ് ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ടീമായിട്ട് ഞങ്ങൾക്ക് വളർന്നു വരുവാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ CCL-നകത്ത് വലിയൊരു ബോണ്ട് ഞങ്ങൾ പ്ലെയേഴ്സ് എല്ലാവരും തമ്മിൽ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ലൈക്ക് എ ഫാമിലി ആയിട്ടാണ് ഇപ്പോഴും എല്ലാ ദിവസവും ഒരു ഗ്രൂപ്പിലൂടെ തന്നെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും വൺ ടച്ച് എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ നിൽക്കുന്നു. അതൊരു വലിയൊരു സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു ഇടവായിട്ടാണ് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അതിനെ കണ്ടു. പുതിയ സിനിമ ഇപ്പോൾ ഒരു സെപ്റ്റംബർ ഒക്ടോബർ കൂടിയിട്ട് ഈ ഒരു 3 വർഷമായിട്ട് ഞാൻ ഒരു സിനിമയെ പതുക്കെ ഒന്ന് ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് 2-3 കഥകളൊക്കെ കേട്ടു. അറിയാവുന്ന ആളുകളാണ് നമ്മളെ സിനിമയിൽ. ഇപ്പോൾ ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ 2 വർഷത്തിലൊരിക്കൽ 1-2 സിനിമകളൊക്കെ അഭിനയിക്കുക എന്നുള്ളൊരു രീതിയാണ് മുൻപും പിന്തുടർന്നിട്ടുള്ളത്. ഇപ്പോൾ താങ്കളും ബിനോയും ഒന്നും പ്രകടമായിട്ടത് ഉള്ളിലടക്കുന്നുണ്ട് അച്ഛൻ്റെ വിയോഗത്തിൻ്റെ ദുഃഖം. പക്ഷേ അമ്മ അല്ലെങ്കിൽ ശ്രീമതി വിനോദിനി ബാലകൃഷ്ണൻ ഇനി ആ ദുഃഖത്തിൽ മുങ്ങി താഴുകയാണല്ലോ. ഞങ്ങൾ പുറമേയൊക്കെ ഒരുപാട് സഞ്ചരിക്കുന്നതുകൊണ്ടും ഒരുപാട് ആളുകളുമായിട്ടൊക്കെ ഇങ്ങനെ ഇടപെടുന്നതുകൊണ്ടും ഒക്കെ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്നും കുറേയൊക്കെ മാറി നടക്കാൻ വേണ്ടി സഞ്ചരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അമ്മയുടെ ജീവിതം പൂർണ്ണമായും അച്ഛനോട് ചേർന്ന് നിന്ന് സഞ്ചരിച്ച ഒരാളാണ്. അച്ഛനോട് തോളോട് ചേർന്നാണ് അമ്മയുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അപ്പം മറ്റാരേക്കാളും വലിയൊരു ശൂന്യത എന്നുള്ളത് അമ്മയ്ക്ക് തന്നെ ആയിരിക്കും. ആ ശൂന്യതയിൽ നിന്നും അമ്മ മാറാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ഞങ്ങൾ കൂടുതലായിട്ട് അമ്മയുടെ കൂടെ പോയി നിൽക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അമ്മയെ പുറത്തോട്ട് കൂടുതലായിട്ട് പരിപാടികളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് അമ്മ കുറച്ചുകൂടി ഞങ്ങൾ പറയുമ്പോൾ ഈ പരിപാടികളിലും ആളുകളുടെ ഫംഗ്ഷനുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ട്. കഴിഞ്ഞൊരു 3 വർഷം വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബിനീഷിൻ്റെ കുടുംബം ഞാനിവിടെ തിരുവനന്തപുരത്ത് തന്നെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നതും എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഈ കേരളത്തിലുള്ളതും ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാർക്ക് അറിയാമല്ലോ എന്താണെന്നുള്ളത്. എൻ്റെ ഭാര്യയെ തടഞ്ഞു നിർത്തിയതും 2 വയസ്സാണ് എൻ്റെ മോക്ക്, 2ാമത്തെ മോക്ക് അന്ന് റെയ്ഡ് നടത്തുമ്പോൾ ഉണ്ടായിരുന്നത്. ഭക്ഷണം പോലും കഴിക്കാൻ വേണ്ടി പറ്റാതെ അവളെ ഒരു റൂമിൻ്റെ അകത്ത് അടച്ചിട്ടിട്ടാണ് അവളെയും അവളുടെ വൈഫിൻ്റെ അമ്മയും മോളും റൂമിൻ്റെ അകത്ത് ലോക്ക് ചെയ്തിട്ടാണ് ഇപ്പുറത്ത് എൻ്റെ വൈഫിനെ ഇപ്പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ വൈഫ് എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. അവൾ എന്നെ സംബന്ധിച്ചിട്ട് വലിയ ഒരു മുന്നോട്ട് പോകും. അച്ഛൻ അമ്മയൊക്കെ എങ്ങനെയായിരുന്നു എൻ്റെ ലൈഫിൽ ഒരു കരുത്തായിട്ടുണ്ടായിരുന്നത്. എനിക്ക് വലിയ ബഹുമാനം തോന്നുന്ന ഒരു ആൾ കൂടിയാണ് എൻ്റെ ഭാര്യ എന്നുള്ളത്. അത്രയും എൻ്റെ കൂടെ ചേർന്ന് നിന്നു. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് അവൾ ആ കാര്യത്തെ നേരിടാൻ വേണ്ടി അവൾക്ക് അവളുടെ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വന്ന ആളൊന്നുമല്ല. പക്ഷേ വളരെ
മെച്ചുവേർഡായി എന്നേക്കാളും ഒരുപടി മുകളിൽ നിന്നുകൊണ്ട് ആ കാര്യത്തെ നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോയി അതിന് ശേഷം വന്നൊരു ലൈഫ് ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണം റെന്നീൻ്റെ വൈഫ് തന്നെയാണ്. മക്കളൊക്കെ ഏത് ക്ലാസ്സിലായി? മൂത്ത ആൾ ഇപ്പം 10ാം ക്ലാസ്സിലായി, രണ്ടാമത്തെ ആൾ 3ൽ, 2 പെൺകുട്ടികൾ. അപ്പോൾ പാർട്ടി പ്രവർത്തനത്തിൽ കൂടുതൽ സജീവമാവട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.